ഹലോ വ്യൂവേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാനൊരു കിഡിലൻ സ്നാക്സ് ആണ് നിങ്ങളുടെ മുമ്പിൽ തയ്യാറാക്കുന്നത്. പെരുന്നാളിനൊക്കെ ഗസ്റ്റുകളുടെ മുമ്പിൽ സ്റ്റാർ ആക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ മുളക ബജിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ മുളക ബജി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ചിക്കൻ മുളക ബജി തയ്യാറാക്കാനായിട്ട് ഞാനൊരു 12 പീസോളം ബജി മുളക് എടുത്തിട്ടുണ്ട്. ഈ 12 പീസിലെ ബജിമുളകിൻ്റെ ഉള്ളിലത്തെ അരികളെല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഈ ചിക്കൻ മുളക ബജി തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ചില ചിക്കൻ മുളക ബജിയിൽ അതായത് ചില ബജിമുളകിൽ അരിക്ക് നല്ല എരിവായിരിക്കും, അതുകൊണ്ട് അത് റിമൂവ് ചെയ്യുക. പിന്നീട് ഈ ചിക്കൻ്റെ മീറ്റ് മാത്രമേ നമ്മൾ ഇതിന് എടുക്കുന്നുള്ളൂ. നന്നായിട്ട് ചിക്കൻ ക്ലീനാക്കി കഴുകി വൃത്തിയാക്കി മീറ്റ് മാത്രം ഇതിനായിട്ട് എടുക്കുക. ഒരു 8 വത്തൽമുളക് ക്രഷ് ചെയ്തത്, ഒരു ലെമണിൻ്റെ ജ്യൂസ്, ഇഞ്ചി, പച്ചമുളക്, ഒരു സവാള അരിഞ്ഞത്, വെളുത്തുള്ളി, ഉപ്പ്, ചില്ലി സോസ് ഇല്ല എങ്കിൽ ടൊമാറ്റോ സോസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡറും ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും. പിന്നീട് ഒരു 4 സ്പൂണോളം മൈദയും ചേർത്ത് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ഒരു മിക്സാണിത്. ഒരല്പം ഉപ്പും കൂടെ ചേർക്കുക. അതായത് നമ്മൾ ചിക്കൻ മുളക ബജി തയ്യാറാക്കാനായിട്ടുള്ള കോട്ടിങ്ങിനായിട്ടുള്ള കൂട്ടാണ് ഇത് കേട്ടോ. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചിക്കൻ, സവോള ഇവയെല്ലാം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷമുള്ളതാണ്. പിന്നീട് അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു ലെമണിൻ്റെ ജ്യൂസും ക്രഷ് ചെയ്ത വത്തൽമുളകും കൂടെ അതിലോട്ട് ചേർക്കുക. പിന്നീട് പെരിഞ്ജീരകവും പെപ്പർ പൗഡറും ചില്ലി സോസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. സോസിന് ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് ആവശ്യത്തിന് വേണം ചേർക്കാനായിട്ട്. ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണേ. യോജിപ്പിച്ചെടുത്തതിന് ശേഷമുള്ളതാണിത്. അതിനുശേഷം നമ്മുടെ ബജി മുളകിലോട്ട് ആ ഫില്ലിങ് നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. ഇതേപോലെ തന്നെ ബജിമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം അതിൽ ഫില്ലിങ് തയ്യാറാക്കാനായിട്ട്. ബജിമുളകിൽ ഫില്ലിങ് തയ്യാറാക്കിയതിന് ശേഷം ഉള്ളൊരു പിക്കാണിത്. പിന്നീട് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാൻ വെച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ചു. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന മൈദയുടെ കോട്ടിങ്ങിലോട്ട് ആ ബജിമുളക് മുക്കിയതിന് ശേഷം ഓയിലിലോട്ട് ബജിമുളക് ഇടുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇത് പൊരിച്ചെടുക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ചിക്കൻ മുളക് ബജി അതിലോട്ട് ഇടാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എണ്ണ കുടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ ചിക്കൻ മുളക ബജി 2 സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ട് തിരിച്ചു മറിച്ചിട്ടൊന്ന് കൊടുക്കുക. ഏകദേശം നമ്മുടെ ചിക്കൻ മുളക ബജിയുടെ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അതൊരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ പെരുന്നാളിന് നിങ്ങളുടെ ഗസ്റ്റിന് മുമ്പിൽ സ്റ്റാർ ആക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ മുളക ബജി തയ്യാറാക്കി നോക്കുകയും ഗസ്റ്റിന് മുമ്പിൽ നിങ്ങൾക്ക് സ്റ്റാർ ആകുവാനും സാധിക്കും. തീർച്ചയായും നിങ്ങൾ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്ക് എൻ്റെ ചാനലിലെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. ഓക്കെ, ബൈ, താങ്ക് യു.